Hi friends, എല്ലാവർക്കും PINNACLE അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ +2 കെമിസ്ട്രിയുടെ സോൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചിട്ടുള്ളത്. പ്രീവിയസ് നമ്മൾ 2 ലെക്ചർ വീഡിയോസ് ചെയ്തിരുന്നു, ലെക്ചർ 1 ഉം ലെക്ചർ 2. നമ്മുടെ ലെക്ചർ 3ലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ എന്താണ് സോൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിനകത്തിലെ അമോർഫസ് ക്രിസ്റ്റലൈൻ ക്ലാസിഫിക്കേഷൻ, പിന്നെ ക്രിസ്റ്റലൈൻ സോൾസിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വീണ്ടും പോയി. ക്രിസ്റ്റലൈൻ സോൾസിനുള്ളിൽ തന്നെ 4 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇനി അതിന് ശേഷം നമ്മൾ വീണ്ടും ക്രിസ്റ്റലൈൻ സോൾസിലേക്ക് ഉള്ളിലേക്ക് അതിൻ്റെ എന്താണ് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ, എന്താണ് ആക്ച്വലി ക്രിസ്റ്റലിൻ്റെ അകത്തിൽ അറേഞ്ച്മെൻറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ? അപ്പോൾ നമുക്കറിയാം എന്താണ് ഏതൊരു ക്രിസ്റ്റൽ എടുത്താലും ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോൾസിൻ്റെ അകത്തിൽ ഏതൊരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. they have a orderly arrangement of constant particles. എന്താണ് അതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ നല്ല ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കാണ്. they have a long range and a better or good orderly arrangement. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ സോൾസിൻ്റെ അതിൽ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും സ്ഫെറിക്കൽ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഒരു അസംഷനാണ്. ഓക്കെ, അസംഷൻ എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഓൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ സോൾസ് ആവ് സ്ഫെറിക്കൽ ഷേപ്പ് ആൻഡ് എന്താണ് ഈക്വലി ഇൻ സൈസ്. മീൻസ് നമ്മളിപ്പോൾ എന്തൊരു സോൾ വരച്ചാലും നമ്മൾ അതിനകത്ത് വരയ്ക്കേണ്ടത് അതിൻ്റെ പാർട്ടിക്കിൾ അതുപോലെ വരയ്ക്കാറുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? നമ്മളിത് അസംഷൻ എടുത്തേക്കുവാണ്. എല്ലാ പാർട്ടിക്കിളും, എല്ലാ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും, ആറ്റമോ മോളിക്കുൾ എന്തെടുത്താലും ദേ ഹാവ് സ്ഫെറിക്കൽ ഷേപ്പ് ആൻഡ് ഒരു പാർട്ടിക്കിളും മറ്റൊരു പാർട്ടിക്കിളും തമ്മിൽ സെയിം സൈസുമാണ്. ഒരു അസംഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ് അല്ലെങ്കിൽ യൂണിറ്റ് സെൽ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഏത് ക്രിസ്റ്റൽ എടുത്താലും അറിയേണ്ടത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ തന്നെ ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പം നമുക്കതിനകത്തിൽ പാർട്ടിക്കിൾസിൻ്റെ ഓർഡറിൽ അറേഞ്ച്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇത് കുറേ അധികം പോയിന്റുകൾ അല്ലെങ്കിൽ കുറേ അധികം കോൺസ്റ്റന്റ് പാർട്ടികൾ എടുത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും ഈ ഇതിൻ്റെ അതിൽ എന്താണ് പറയുന്നത്? ഇൻ ക്രിസ്റ്റൽസ് ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ റെഗുലർലി ഓർ ഓർഡർലി അറേഞ്ച്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിനെ നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഒരു പോയിന്റ്, ഇതിപ്പം എല്ലാത്തിനും ഞാൻ സർക്കിൾ എന്നത് ഇത്രയും വലിയ സർക്കിളായിട്ട് ഞാൻ വരയ്ക്കാൻ കാരണം എന്താണ് ഒരു പോയിന്റിനെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജിനെ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ക്യൂബ് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്റ്റലാണ്. ഓക്കെ, ഇത് ഒരു ക്രിസ്റ്റൽ അല്ലേ? അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ എല്ലാ എഡ്ജിൻ്റെ അകത്തും ഞാൻ ഇതേപോലെ ഒരു പോയിന്റ് ഇട്ടേക്കും. എല്ലാ എഡ്ജിലും പോയിന്റ് ഉണ്ട്. അപ്പോൾ എത്ര എഡ്ജ് ഉണ്ട്? മൊത്തം 8 എഡ്ജില്ലേ? മേളിൽ താഴെ എഡ്ജ്, 4 താഴെ എഡ്ജ്, 4 എഡ്ജ്. അപ്പം മൊത്തം 8 പോയിന്റ് ഇട്ടുണ്ട്. ഈ പോയിന്റിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ക്രിസ്റ്റലിൻ്റെ അകത്തിൽ അല്ലെങ്കിൽ ഒരു ക്യൂബ് പോലിരിക്കുന്ന ഒരു ക്രിസ്റ്റലിൻ്റെ എല്ലാ കോർണറിലും ഒരു പോയിന്റ് ഇരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പോയിന്റ് കൊണ്ട് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ അകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ പോയിന്റിനെ ഉദ്ദേശിക്കുന്നത്. പോയിന്റ് വെച്ചിട്ടാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഇടുന്നതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. എന്താണ് ലാറ്റിസ് പോയിന്റ്? ജസ്റ്റ് പോയിന്റ്. ആ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, ആറ്റമോ മോളിക്യൂൾ അയോണോ ആണ്. എന്തുമാണ് ഈ ആറ്റമോ മോളിക്യൂൾ അയോണോ ആണ് ആ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഡെഫിനേഷൻ ഇത്രയാണ്. ഇറ്റ് ഈസ് എ റെഗുലർ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. എന്താണ്? ഇറ്റ് ഈസ് എ റെഗുലർ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ബട്ട് ഡെഫിനേഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് മീൻസ് ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. ഞാൻ പറയുവാണ് ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിന് ഡെഫിനറ്റ് 3-dimensional അറേഞ്ച്മെന്റ് കാണാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കിന് എന്താണ് ഡെഫിനറ്റ് 3-dimensional അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിൻ്റെ അകത്തിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഷേപ്പ് കിട്ടുമോ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക. ഇത്രയും ഇതിനെ ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഇത്രയും കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് നോക്കുക എനിക്ക് എന്ത് കിട്ടി? ഇതുപോലൊരു ക്യൂബ് ഇവിടെയും കിട്ടിയില്ലേ? 3-dimensional ഒരു ക്യൂബ് നിങ്ങൾക്ക് കിട്ടില്ല. എന്താണ്? എല്ലാ കോർണറിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ 4 ഈ 8 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ചേർന്നൊരു ക്യൂബിൻ്റെ ഷേപ്പ് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ വേറൊരു പേരാണ് സ്പേസ് ലാറ്റിസ്.
അപ്പോൾ ലാറ്റിസ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ലാറ്റിസ് പോയിന്റ് മീൻസ് ഓൺലി വൺ പോയിന്റ്. എന്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പോയിന്റ് ആണ് ലാറ്റിസ് പോയിന്റ്. പക്ഷേ എന്താണ് സ്പേസ് ലാറ്റിക് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ലാറ്റിസ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് എന്താണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പറയാൻ പറ്റും. ഓക്കെ, crystal lattice means it is a three-dimensional arrangement of constant particle, or we can say that crystal lattice or space lattice is a collection of lattice point, regular collection of എന്താണ് പറയാൻ പറ്റുന്നത് ലാറ്റിസ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും? ഒരു സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് പറയാൻ പറ്റില്ല. മീൻസ് ഇതിൻ്റെ അകത്ത് റെഗുലർ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇപ്പം ഇങ്ങനെ ക്യൂബ് പോകുന്നുണ്ട്, വീണ്ടും ഒരു ക്യൂബ് ഇങ്ങനെ പോകും, എല്ലാ ഡയറക്ഷനിലോട്ടും ഇതിങ്ങനെ സെയിം ക്യൂബ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, വീണ്ടും അടുത്ത ക്യൂബ്, പിന്നെ എന്താണ് വീണ്ടും അടുത്ത ക്യൂബ് എങ്ങനെ ഫോം ചെയ്യുന്നത്? വീണ്ടും ഇങ്ങനെ ക്യൂബുകൾ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ജസ്റ്റ് ആ പോയിന്റ് പോലും ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഇതിൻ്റെ അകത്തുള്ള റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഉണ്ടോ നമുക്ക്. പക്ഷേ ഇങ്ങനൊരു റെഗുലറായിട്ട് നമ്മൾ ആ പോയിന്റുകളെ തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്ത്, മീൻസ് അതിനകത്ത് ഇരുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ എല്ലാം സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമുക്കൊരു ക്യൂബിൻ്റെ ഷേപ്പ് പോകുന്നു അല്ലേ. അപ്പോൾ ഈ ക്യൂബിൻ്റെ ഷേപ്പ് ആയിരിക്കും എൻ്റയർലി ഇങ്ങനെ ക്യൂബ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ എന്താണ് പറയുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ് മീൻസ് ഇറ്റ് ഈസ് എ റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പോൾ ഇത്രയും കളക്ഷൻ ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിളാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് പറയുന്നത്. അത് ത്രീ ഡയമെൻഷനലി നല്ല റെഗുലറായിട്ടാണ് ഓർഡർ ചെയ്ത് പോകുന്നത്. അതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്പേസ് ലാറ്റിസ് വിളിക്കാൻ കാരണം ഉണ്ടാവും? നിങ്ങളിപ്പോൾ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിളും വേറെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലായിടയ്ക്ക് സ്പേസ് കാണുന്നുണ്ടല്ലോ, മീൻസ് ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പം അവിടെ ഒരിക്കലും എയർ അല്ല ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അവിടെ വേറെ ടൈപ്പിലുള്ള ഗ്യാസ് ഒന്നുമില്ല. ദാറ്റ് സ്പേസ് ഈസ് ഒക്യുപ്പൈഡ് ബൈ സ്പേസ് ആണ് അവിടെ. ഓക്കെ, അതുകൊണ്ടാണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്, കാരണം എയർ അല്ല അവിടെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ അകത്തുള്ള അറേഞ്ച്മെന്റ്. അപ്പം ക്രിസ്റ്റൽ ലാറ്റിസ് മനസ്സിലാക്കും. അപ്പം നമുക്ക് എന്താണ് ഇനി അടുത്തേക്ക് പോകും? എന്താണ് യൂണിറ്റ് സെൽ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് യൂണിറ്റ് സെൽ? നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ചു, ആദ്യം ഒരു ക്യൂബ് ഫോം ചെയ്തു, പിന്നെ അതേപോലത്തെ ക്യൂബുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകല്ലായിരുന്നു. മീൻസ് ഈ ക്യൂബ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പം എന്താണ് യൂണിറ്റ് സെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ. ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് നോൺ ആസ് യൂണിറ്റ് സെൽ. എന്താണ് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് നോൺ ആസ് യൂണിറ്റ് സെൽ. അപ്പം ഇതിൻ്റെ അകത്തിൽ ഇത്രയും ഇപ്പം 3 ക്യൂബ് ഏകദേശം നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തിൽ യൂണിറ്റ് സെൽ എന്താണ് നോക്കിക്കേ, ഇത്രയും പോർഷൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഈ ക്യൂബ് അല്ല വീണ്ടും ഒരു ക്യൂബ് ആകുന്നു, വീണ്ടും ഒരു ക്യൂബ്, ഇങ്ങനെ സെയിം ക്യൂബ് തന്നെ, എൻ്റെ ഷേപ്പ് ഒന്നും മാറുന്നില്ല. അത് ത്രൂ ഔട്ട് ആ ക്രിസ്റ്റൽ മൊത്തം ആ ക്യൂബ് ഇങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ പോകാൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്തോ പറയുന്നത്, ആ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ അകത്ത് മൊത്തത്തിൻ്റെ അകത്തും റിപ്പീറ്റ് ചെയ്ത പോർഷൻ ഏതാണോ അതാണ് അതിൻ്റെ യൂണിറ്റ് സെൽ. സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് നോൺ ആസ് യൂണിറ്റ് സെൽ. അപ്പോൾ ജനറലി ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിൻ്റെ ഡെഫിനിഷൻ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക, 1 ലൈൻ ഡെഫിനിഷനാണ്, ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് സെൽ എന്നുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് യൂണിറ്റ് സെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് യൂണിറ്റ് സെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് യൂണിറ്റ് സെല്ലുണ്ട്, അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു മനുഷ്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ രൂപം, എൻ്റെ പേര്, പിന്നെ ഞാൻ വരുന്ന സ്ഥലം, അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെയാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഇതൊക്കെ വെച്ചുകൊണ്ട് എന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു അധ്യാപകനെ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ, ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ കൊണ്ട് നിർത്തുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുക എന്താണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തമായി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഫസ്റ്റ് ഐഡൻറ്റിറ്റി, ഞങ്ങൾ രണ്ടിലും ഡിഫർ ചെയ്യുന്ന എന്താണ് ഐഡൻറ്റിറ്റിയാണ്? ഒന്ന് ഞാൻ പഠിപ്പിക്കുന്ന കെമിസ്ട്രി, അടുത്ത ആൾ പഠിപ്പിക്കുന്ന ഫിസിക്സ്, പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്, ഞങ്ങൾ തമ്മിലുള്ള ഷേപ്പിൻ്റെ ഡിഫറൻസ്, ഇതൊക്കെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഇതുപോലെ തന്നെ യൂണിറ്റ് സെല്ലുകളും 7 ടൈപ്പ് ജനറലി നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ് 7 ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലുകളുണ്ട്. മീൻസ് 7 ടൈപ്പ്. ഇപ്പം മനുഷ്യർ ഒരേപോലെ ഇരിക്കുന്ന 7 പേരെന്ന് പറയത്തില്ല, മീൻസ് ഒരേപോലെ 7 പേരുണ്ടാക്കുന്ന നമ്മളൊരു പറച്ചിലൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റ് സെല്ലുകളും 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ജനറലി 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ വരാൻ കാരണം, അല്ലെങ്കിൽ ഈ യൂണിറ്റ് സെല്ലുകളുടെ ഇങ്ങനെ വേരി ചെയ്യാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ 7 ടൈപ്പ് യൂണിറ്റ് സെൽ എങ്ങനെയാണ് കിട്ടി, ഇതെല്ലാം നമ്മൾ ഈ യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എന്താണ് ഓരോ യൂണിറ്റ് സെല്ലിൻ്റെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് യൂണിറ്റ് സെല്ലിന് ഐഡൻറ്റിറ്റി കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനുഷ്യരുടെ കേസിൽ ഹൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുന്ന ഐഡൻറ്റിറ്റി ആണെങ്കിൽ, ഒരു യൂണിറ്റ് സെല്ലിനെ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരാമീറ്റർ എന്താണ്, യൂണിറ്റ് സെല്ലിൻ്റെ ഐഡൻറ്റിറ്റി പാരാമീറ്റർ എന്താണ്, അവിടെ വെയിറ്റ് ആണോ, അതോ അതിൻ്റെ മാസ് ആണോ, അതോ അതിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മളൊരു പാരാമീറ്ററായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പോർഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അതിന് ഞാൻ
വിഷ്വലി പറയുന്നതിനൊക്കെ ഉൾപ്പെടെ മീൻസ് നമ്മൾ ബോർഡിൽ 2 ഡയമെൻഷനിൽ വരയ്ക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ടു കൺവേ നമ്മളെപ്പോഴും ഒരു എന്താണ് 3 ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് സ്ലൈഡിലേക്ക് അതിൻ്റെ ഹെൽപ്പോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനിയുള്ള പോർഷൻ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പോർഷൻ നമുക്കൊരു പവർ പോയിന്റ് സ്ലൈഡിൻ്റെ എന്താണ് ഹെൽപ്പോട് കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി ഡയറക്റ്റായിട്ട് നമ്മൾ എന്താ പോകുന്നത്, സെയിം പോർഷൻ്റെ നമ്മൾ ഇനി കണ്ടിന്യൂവേഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഒരു പവർ പോയിന്റ് സ്ലൈഡിൻ്റെ ഹെൽപ്പോട് കൂടി സെയിം എന്താണ് യൂണിറ്റ് സെൽ എന്നുള്ളത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനും ആ സ്ലൈഡിലൂടെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് പോകാം. ലുക്ക് അറ്റ് ടു അവർ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ. മക്കളെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ലൈഡ്സിലേക്ക് പോകാം, ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സോളിഡ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ അതിൽ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിന്റെ ഡെഫിനിഷൻ, ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഡെഫിനിഷൻ, ഇതൊക്കെയാണ് നമുക്ക് പഠിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഇനി ഫസ്റ്റ് ഇത് ഈ സ്ലൈഡ്സിലേക്ക് പോകുമ്പോഴും ഫസ്റ്റ് 1-2 സ്ലൈഡ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ 2-3 ലൈൻ നോട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് എന്താണ് നല്ല പെർഫെക്റ്റ് ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടെ സെയിം കാര്യം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ലാറ്റിസ് എന്ന പദം എപ്പോഴും നമ്മൾ എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ക്രിസ്റ്റൽ അല്ലെങ്കിൽ സോളിഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് ലാറ്റിസ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വരിയിലേക്ക് ഡയറക്റ്റ് എല്ലാവരും പോവുക. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? ക്രിസ്റ്റൽ ലാറ്റിസ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ റെഗുലർ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ സ്പേസ് ഈസ് കാൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താണ്? റെഗുലർ 3-dimensional arrangement of points in space is called crystal lattice. എന്താണ് ഈ പോയിന്റ്സ്? പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവുക. Constant particle in a crystal or crystal lattice is depicted or represented as point. It means ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പോയിന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഡെഫിനിഷന്റെ അകത്ത് എന്താണ് ഈ പോയിന്റ്സ് എന്നുള്ളതിന്റെ ഡൗട്ട് വരേണ്ട കാര്യം ആർക്കും ഇല്ല. പോയിന്റ്സ് മീൻസ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് പോയിന്റ് എങ്ങനെ ഒന്നുകൂടെ പറയാം പുതിയതായിട്ട്. ഇറ്റ് ഈസ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ റെഗുലർ 3-dimensional arrangement ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ് ഈസ് കാൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് നമ്മൾ അതിനെ ജനറലി പറയും. ഓക്കെ, ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാകും. ഈ ഒരു കളേർഡ് പോർഷൻ, ഒരു പിങ്ക് കളേർഡ് പോർഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു പിങ്ക് കളേർഡ് പോർഷനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാരണം നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, ഒരു ക്ലോസ്ലി ആ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ വാച്ച് ചെയ്ത ഒരു കാര്യം മനസ്സിലാവും. ഈ ഒരു സെയിം ഈ ക്യൂബ് സൈസിലിരിക്കുന്ന ഈ സെയിം സാധനമാണ് ഇങ്ങനെ ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു അല്ലെ. ഓക്കെ, ഈ സെയിം ഈ ക്യൂബ് തന്നെയാണ് താഴെയും വന്നിരിക്കുന്നത് അല്ലെ, ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അത് തന്നെയാണ് സൈഡിലോട്ടും വന്നിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് അതിന്റെ ബാക്കിലോട്ടും പോയിരിക്കുന്നത്. മീൻസ് ആ ഒരു സെയിം ക്യൂബ് ആണ് ഇങ്ങനെ ആ ഒരു എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ആയി അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നു പറയാൻ പറ്റുന്നുണ്ട്. സോ ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന സാധനത്തിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. എന്താണ് യൂണിറ്റ് സെൽ? നമ്മൾ പഠിച്ചു എന്താണ് യൂണിറ്റ് സെല്ലിന്റെ ഡെഫിനിഷൻ. യൂണിറ്റ് സെൽ ഈസ് എ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ ഓർ ഡിഫറെന്റ് ഡയറക്ഷൻ. ഓക്കെ, എങ്ങനെയാണ് നമുക്കൊരു ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുന്നത്? ഒരു യൂണിറ്റ് സെല്ല് പല ഡയറക്ഷനിലേക്ക് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഏത് വാക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. സ്മോളസ്റ്റ് പോർഷൻ എന്താണ്? സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ ഈ ക്രിസ്റ്റൽ ലാറ്റിസ് ഇതിപ്പോ ഒരു മൊത്തം എൻ്റെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ, മീൻസ് ഇതൊരു ഇത്രയും വലിയൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ അകത്തിലെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഏതാണ്? ദിസ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ. ഈ ഒരു റിപ്പീറ്റിംഗ് പോർഷൻ ആണ് എല്ലാ സൈഡിലോട്ടും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് മേളിലോട്ട് താഴോട്ട് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ യൂണിറ്റ് സെൽ ഇൻസൈഡ് ദിസ് പർട്ടിക്കുലർ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലായല്ലോ. യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഇൻസൈഡ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ, അപ്പൊ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു നിർത്തിയ കാര്യങ്ങളാണ്. ജസ്റ്റ് അതിന്റെ ഇമേജ് ഒന്നുകൂടെ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലെ? എന്നിട്ട് യൂണിറ്റ് സെല്ലും എന്താണെന്ന് മനസ്സിലായി. രണ്ടിന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിൻസ്.
ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഐഡന്റിറ്റി ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഓക്കെ, ജനറലി നമ്മൾ എപ്പോഴും ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്താണെന്ന് അറിയാം. നമുക്ക് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസിന്റെ റിപ്പീറ്റിംഗ് പോർഷൻ? നിങ്ങൾ തന്നെ പറയൂ. യൂണിറ്റ് സെൽ അല്ല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം യൂണിറ്റ് സെല്ലിന്റെ സ്വഭാവമായിരിക്കും എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ്. മീൻസ് സെയിം സാധനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സെയിം യൂണിറ്റ് സെല്ലിനെ നമ്മൾ എടുത്ത് പഠിച്ചാൽ നമുക്ക് ആ എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഒരു എൻറ്റയർ ഇപ്പൊ ഒരു വലിയൊരു ക്രിസ്റ്റൽ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ക്രിസ്റ്റലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ മാസമായിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിന്റെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഏതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ പ്രോപ്പർട്ടി നമുക്ക് ആ ഒറ്റ യൂണിറ്റ് സെല്ലിന്റെ പ്രോപ്പർട്ടി പഠിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എല്ലാവരും ചോദിക്കാം, ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പൊ ഏത് ക്രിസ്റ്റൽ എടുത്താലും അതിന്റെ അകത്തിലെ യൂണിറ്റ് സെല്ല് ഇതേപോലെ ക്യൂബ് പോലാണോ ഇരിക്കുന്നത്? എല്ലാവരുടെയും ഡൗട്ടാണ്. ഓക്കെ, അതിനുള്ള ആൻസർ ആണ് യൂണിറ്റ് സെല്ല് ഒരിക്കലും ഒരു ടൈപ്പിലല്ല. നമുക്ക് 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ല് പഠിക്കാനുണ്ട്. എന്താണ് 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ല്? എന്താണ് 7 ടൈപ്സ്? മീൻസ് ഡിഫറെന്റ് നെയിം ആണ് ഓരോ യൂണിറ്റ് സെല്ലിനും. ഓക്കെ, ആ 7 ടൈപ്സ് യൂണിറ്റ് സെല്ലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് 7 ടൈപ്പ് യൂണിറ്റ് സെൽ. അപ്പം നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്രിസ്റ്റൽ ലാറ്റിസിന്റെ അകത്തിലെ ഇമേജും ഈ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലും തമ്മിൽ റിസംബ്ലൻസ് ഉണ്ട്. മീൻസ് രണ്ടും സെയിം യൂണിറ്റ് സെല്ലാണ്. ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഇമേജിന്റെ അകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആ ക്യൂബിക് യൂണിറ്റ് സെല്ല് കൂടാതെ നമുക്ക് എത്ര യൂണിറ്റ് സെല്ലുകൾ പഠിക്കാനുണ്ട്? 7 യൂണിറ്റ് സെല്ലുകൾ. So first one is cubic, second one is tetragonal, third one is orthorhombic, fourth one is monoclinic, fifth one is hexagonal, sixth one is rhombohedral, and last and seventh one is triclinic unit cell. എന്താണ് triclinic unit cell? അപ്പൊ നമുക്ക് 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പ്രീവിയസ് സ്ലൈഡിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോകാം. പക്ഷേ 7 ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലുകൾ പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും? ഓരോ യൂണിറ്റ് സെല്ലിനും ഓരോ ഐഡന്റിറ്റി ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ക്യൂബിക്കിന് ഒരു ഷേപ്പ്, ടെട്രാഗണലിന് ഷേപ്പ്, എല്ലാ 7നും 7 ടൈപ്പ് ഷേപ്പ് ആണ് അല്ലെ? മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? ഡിഫറെന്റ് യൂണിറ്റ്സ് ഹാവ് ഡിഫറെന്റ് ഓർ ദെയർ ഓൺ ഐഡന്റിറ്റി. എന്താണ് ദെയർ ഓൺ ഐഡന്റിറ്റി? ഐഡന്റിറ്റി അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് വാക്ക് വെച്ച് സൂചിപ്പിക്കാൻ? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റും. എന്താണ്? ഈച്ച് യൂണിറ്റ്സ് ഹാവ് ദെയർ ഓൺ ഐഡന്റിറ്റി ഓർ ദെയർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഐഡന്റിറ്റി? അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഐഡന്റിറ്റി പഠിക്കുന്നവരെ നമുക്ക് എന്ത് പഠിച്ചാൽ മതി? ഡയറക്റ്റ് ആയിട്ട് ഒരു യൂണിറ്റ് സെല്ലിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ 7 കാറ്റഗറി അല്ലെങ്കിൽ 7 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ആ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന 6 പാരാമീറ്റേഴ്സ് ആണ്. മീൻസ് ഓരോ യൂണിറ്റ് സെല്ലിനും, എല്ലാ യൂണിറ്റ് സെല്ലും, ഈ 7 യൂണിറ്റ് സെൽ എടുത്താലും അതിന് ഈ 6 പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ 6 പാരാമീറ്റേഴ്സും ഒരു യൂണിറ്റ് സെല്ലിൽ നിന്ന് വേറെ യൂണിറ്റ് സെല്ലിലേക്ക് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ യൂണിറ്റ് സെല്ലുകൾക്കും ഈ 6 പാരാമീറ്റേഴ്സിന്റെ വാല്യൂ, ഓൾ 6 വാല്യൂസ് സെയിം ആയിട്ട് ഒരിക്കലും വരില്ല. ഓക്കെ, അപ്പം യൂണിറ്റ് സെല്ലിന്റെ ഐഡന്റിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 6 പാരാമീറ്റേഴ്സ് ആണ് എ, ബി, സി, ആൽഫ, ബീറ്റ, ഗാമ. എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഒരു കൺഫ്യൂസ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മൾ യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഐഡന്റിറ്റിയെ പഠിക്കാൻ, അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലിന്റെ ഐഡന്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന 6 പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എ, ബി, സി, ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ഈ ഒരു ഇമേജിനെ ഒരു യൂണിറ്റ് സെല്ലായിട്ട് കണക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇമേജിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് എ, ബി, സി, എന്താണ് ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 7 യൂണിറ്റ് സെൽ, ഈ 7 ടൈപ്പ് നിങ്ങൾ യൂണിറ്റ് സെൽ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച് 7 യൂണിറ്റ് സെല്ലുകൾ നിങ്ങൾ നോക്കിയാൽ ഈ 7 യൂണിറ്റ് സെല്ലിനും ഒരു പർട്ടിക്കുലർ എ വാല്യൂ കാണും, പർട്ടിക്കുലർ ബി വാല്യൂ കാണും, പർട്ടിക്കുലർ സി വാല്യൂ കാണും. അതുപോലെ തന്നെ പർട്ടിക്കുലർ ആൽഫ വാല്യൂ കാണും, പർട്ടിക്കുലർ ബീറ്റ വാല്യൂ കാണും, പർട്ടിക്കുലർ ഗാമ വാല്യൂ കാണും. ഓക്കെ, അപ്പൊ എന്താണ് എ, അല്ലെങ്കിൽ എന്താണ് എ, ബി, സി, എന്താണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റിലേക്ക് നിങ്ങൾ പോവുക. ഇറ്റ്സ് എ ഡയമെൻഷൻ along 3 edges is A, B and C. Its dimensions means യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷൻ. മീൻസ് യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 3 ലെറ്റർ ആണ് എ, ബി, സി. എന്താണ്? യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷൻ നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3 ലെറ്റർ ആണ് എ, ബി ആൻഡ് സി. എന്താണ്? എ, സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ സി. ഓക്കെ, എ, ബി, സി നമുക്കറിയാം.
എ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യൂണിസെല്ലിന്റെ ഡയമെൻഷൻ. ഡയമെൻഷൻ മീൻസ് എന്താണ് അതിന്റെ ഒരു എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ യൂണിസെല്ലിന്റെ സൈഡിന്റെ ലെങ്തിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ സൈഡിന്റെ ലെങ്തിനെയാണ് ഈ എ ബി സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സൈഡിന്റെ ലെങ്ത് അഥവാ യൂണിസെല്ലിന്റെ എഡ്ജ് ലെങ്ത്. ഓക്കെ, അപ്പൊ എന്താണ് എ ബി സി? ഒരു പർട്ടിക്കുലർ യൂണിസെൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ യൂണിസെല്ലിന്റെ സൈഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ എഡ്ജിന്റെ ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 3 ലെറ്റേഴ്സ് ആണ് സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ സി. അപ്പൊ ഡൗട്ട് ഇല്ലല്ലോ എന്താണ് എ, എന്താണ് ബി, എന്താണ് സി എന്നുള്ളതിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ആൽഫ, എന്താണ് ബീറ്റ, എന്താണ് ഗാമ എന്നുള്ളത്. എന്താണ് ആൽഫ, എന്താണ് ബീറ്റ, എന്താണ് ഗാമ, എന്താണ്. എയും ബിയും സിയും സൈഡിന്റെ അല്ലെങ്കിൽ എഡ്ജിന്റെ ലെങ്ത് ആണെങ്കിൽ ആൽഫ ബീറ്റ ഗാമ എന്നുള്ളത് ഈ സൈഡുകൾക്കിടയിലുള്ള ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ് ഡൗട്ട് ആകേണ്ട ഒരു ആവശ്യമില്ല. എ ബി സി എന്നുള്ളത് ഒരു യൂണിസെല്ലിന്റെ ഡയമെൻഷനെ അല്ലെങ്കിൽ എഡ്ജിന്റെ ലെങ്തിനെ സൂചിപ്പിക്കുന്നെങ്കിൽ ആൽഫ ബീറ്റയും ഗാമയും ആ പർട്ടിക്കുലർ എഡ്ജസിന് ഏതെങ്കിലും രണ്ട് എഡ്ജസിന്റെ ഇടയിലല്ലേ ഒരു ആംഗിൾ ഉണ്ടാകത്തുള്ളൂ. രണ്ട് എഡ്ജിന്റെ ഇടയിലല്ലേ ഒരു ആംഗിൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ യൂണിസെല്ലിന്റെ എഡ്ജുകൾക്കിടയിലുള്ള ആംഗിളിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? 3 ആംഗിളിന്റെ പേര് പഠിക്കണം. ആൽഫ ആംഗിൾ, ബീറ്റ ആംഗിൾ ആൻഡ് ഗാമ ആംഗിൾ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ആൽഫ ആംഗിൾ അല്ലെങ്കിൽ ആൽഫ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൽഫ, നിങ്ങൾ മൂന്നാമത്തെ വരിലേക്ക് പോവാ. ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസ് ബി ആൻഡ് സി. എന്താണ് ബിയുടെയും സിയുടെയും ഇടയിൽ കാണുന്ന ആംഗിൾ അല്ലെങ്കിൽ ബിയുടെയും സി എന്ന് പറയുന്ന രണ്ട് എഡ്ജസിനും കൂടി ചേർന്നുണ്ടാകുന്ന ആംഗിൾ ആണ് ആൽഫ. മനസ്സിലായല്ലേ? സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ബി ഇവിടെ, സി ഇവിടെ, അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആൽഫ. ഓക്കെ, അപ്പൊ ബീറ്റ എന്താണ്? ബീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി. നോക്കിയേ, ബീറ്റ എന്താണ്? ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി ഓർ സി ആൻഡ് എ എന്ന് നമുക്ക് പറയാം. അപ്പൊ ആൽഫ മനസ്സിലായി, ബീറ്റ മനസ്സിലായി. ഇനി ഗാമ എന്താണ്? ഗാമ ഈസ് സിംപിളി നോൺ ആസ് ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ എഡ്ജ് എ ആൻഡ് എഡ്ജ് ബി. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? സിമ്പിൾ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. വളരെ വളരെ സിമ്പിൾ ആണ്. എന്താണ് യൂണിസെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യൂണിസെല്ലിന്റെ ഓരോ 7 ടൈപ്പ് യൂണിസെൽ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ 7 ടൈപ്പ് യൂണിസെല്ലുകൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് നമുക്ക് ഈ 7 ടൈപ്പ് യൂണിസെൽ കിട്ടാൻ കാരണം? അപ്പം ഞാൻ പറഞ്ഞു ഈ യൂണിസെല്ലിന്റെ ലെങ്ത് അല്ലെ യൂണിസെല്ലിന്റെ ഐഡന്റിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഐഡന്റിറ്റി മെഷർ ചെയ്യപ്പെടുന്ന 3 പാരാമീറ്റർ അല്ല 6 പാരാമീറ്റർ ആണ് എ ബി സി ആൻഡ് ആൽഫ ബീറ്റ ഗാമ. എന്തൊക്കെയാണ്? എ ബി സി ആൻഡ് ആൽഫ ബീറ്റ ഗാമ. എയും ബിയും സി എന്ന് പറയുന്നത് 3 എഡ്ജ് ലെങ്തും ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് പർട്ടിക്കുലർ എഡ്ജസിനിടയിലുള്ള ആംഗിളും. അത്രയും മാത്രം അറിഞ്ഞിരിക്കുക. അതിന്റെ വാല്യൂസ് അല്ല ആൽഫ ഇത്ര വാല്യൂ, ബീറ്റ ഇത്ര വാല്യൂ, ഗാമ ഇത്ര വാല്യൂ എന്നൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇത്ര അറിഞ്ഞിരിക്കുക. ഈ 6 പാരാമീറ്റേഴ്സിന്റെ ബേസിസിലാണ് നമുക്ക് 7 ടൈപ്പ് ഓഫ് എന്ത് കിട്ടുന്നത്? 7 ടൈപ്സ് ഓഫ് യൂണിസെല്ലുകൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് 7 ടൈപ്പ് ഓഫ് യൂണിസെൽ. ഞാൻ നിങ്ങളെ കാണിച്ച പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള 7 ടൈപ്പ് ഓഫ് യൂണിസെൽ ഏതാണ്? ക്യൂബിക് യൂണിസെൽ, ടെട്രാഗണൽ യൂണിസെൽ, ഓർത്തോറോംബിക് യൂണിസെൽ, മോണോക്ലിനിക് യൂണിസെൽ, ഹെക്സഗണൽ യൂണിസെൽ, റോംബോഹെഡ്രൽ യൂണിസെൽ ആൻഡ് ട്രൈക്ലിനിക്. ഓക്കെ, അപ്പൊ 7 ടൈപ്പ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. അപ്പൊ 7ന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില വാല്യൂസ് എഴുതിയിട്ടുണ്ട്, ചിലതിന്റെ അകത്ത് എ എഴുതിയിട്ടുണ്ട്, ചിലതിന്റെ അകത്ത് ബി എഴുതിയിട്ടുണ്ട്, ചിലതിന്റെ എല്ലാത്തിന്റെ അകത്ത് എ ബി സിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ആൽഫ ബീറ്റ ഗാമ എന്നുള്ള വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിന്റെ അകത്തും സെയിം വാല്യൂസ് അല്ല. മീൻസ് ക്യൂബിക് എന്ന് പറയുന്നതിന്റെ സെയിം ഷേപ്പ് ആണോ ടെട്രഗണലിനുള്ളത്? ക്യൂബിക് എന്ന് പറയുന്നത് നമ്മുടെ പക്ക ഒരു ക്യൂബ് ഇരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഇരിക്കുന്നത്. പക്ഷെ ടെട്രഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് അല്ല. അതുപോലെ തന്നെ ഈ രണ്ടും ക്യൂബിക്കും ടെട്രഗണലും ഇരിക്കുന്ന പോലല്ല ഒരിക്കലും റോംബിക് അല്ലെങ്കിൽ ഓർത്തോ റോംബിക് എന്ന് പറയുന്ന യൂണിസെല്ലുകൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ 3നെ പോലല്ല മോണോക്ലിനിക് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ യൂണിസെൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ യൂണിസെൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ 7 യൂണിസെല്ലും പർട്ടിക്കുലർ ഡയമെൻഷൻസും പർട്ടിക്കുലർ ആംഗിൾസും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7നും 7 ഐഡന്റിറ്റി ആണ് അല്ലെങ്കിൽ 7 ടൈപ്പ് യൂണിസെല്ലാണ്. അല്ലെ നിങ്ങൾ പറഞ്ഞേ ഇപ്പൊ ഈ 7 ടൈപ്പ് യൂണിസെല്ലിന്റെയും ആൽഫ ബീറ്റ ഗാമ വാല്യൂസും എ ബിയും സിയും എല്ലാം സെയിം ആണ്. പിന്നെന്തോ ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം? ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ 7 ടൈപ്സ് ഓഫ് യൂണിസെൽ. അങ്ങനെയാണെങ്കിൽ പക്ഷേ നിങ്ങൾ നോക്കിയാൽ തന്നെ ഇമേജ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്?
ഓരോന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഈച്ച് യൂണിറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ ക്യൂബിക്കോ ടെട്രാഗണലോ ട്രൈക്ലിനിക്കോ ഹെക്സാഗണലോ ഏതെടുത്തു കഴിഞ്ഞാലും ഓരോന്നിനും പർട്ടിക്കുലർ ആയിട്ടുള്ള ആൽഫ ബീറ്റ വാല്യൂസും ABC വാല്യൂസും ഉണ്ട്. അപ്പൊ ABC അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഗാമ ഇങ്ങനെയുള്ള 6 പാരാമീറ്റേഴ്സിന്റെ ബേസിസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 7 ടൈപ്സ് ഓഫ് യൂണിറ്റ്സിൽ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ക്യൂബിക് ടെട്രാഗണൽ ഈ ടൈപ്പ് ഓഫ് യൂണിറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെ ABC വാല്യൂസ് എങ്ങനെയാണ് തമ്മിൽ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പിന്നെ ഈ ടൈപ്പ് ക്യൂബിക് യൂണിറ്റ്സിലുള്ള ഏതെങ്കിലും കെമിക്കലിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ടെട്രാഗണൽ ടൈപ്പ് യൂണിറ്റ്സിലുള്ള ക്രിസ്റ്റൽസ് ഏത് ടൈപ്പ് കെമിക്കൽസിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്, അങ്ങനെ നമുക്ക് ഈച്ച് കാറ്റഗറിയുടെ വിത്ത് എക്സാമ്പിൾ വെച്ച് ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. നോക്കിയേ, ഒരു ടേബിൾ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ടേബിളിന്റെ ഹെഡിങ് ഫസ്റ്റ് വൺ ഈസ് ക്രിസ്റ്റൽ സിസ്റ്റം. ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് വെച്ചാൽ എത്ര ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്? 7 ടൈപ്പ്. ഞാൻ മുമ്പേ കാണിച്ച ഇമേജ് ആണ് ക്യൂബിക് ടെട്രാഗണൽ ടു ട്രൈക്ലിനിക്, 7 എണ്ണം പഠിക്കാനുണ്ട്. സെക്കൻഡ് കോളം ആക്സിയൽ ഡിസ്റ്റൻസ് ഓർ എഡ്ജ് ലെങ്ത് അറിയാം ABC. അപ്പം അതിന്റെ എഡ്ജ് ലെങ്ത് എങ്ങനെയാണ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതിനാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കോളം ഇത്രയുള്ള ആക്സിയൽ ആംഗിൾ മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ദോസ് എഡ്ജസ് ആൽഫ ബീറ്റ ഗാമ അതിന്റെ വാല്യൂസ് എത്ര ആണെന്നുള്ളത്. പിന്നെ എക്സാമ്പിൾ പർട്ടിക്കുലർ ക്യൂബിക് സിസ്റ്റം ക്രിസ്റ്റൽ സിസ്റ്റം ഉള്ളതിന്റെ എക്സാമ്പിൾ, ടെട്രാഗണൽ ഉള്ളതിന്റെ എക്സാമ്പിൾ, എല്ലാത്തിന്റെ കെമിക്കൽ ക്രിസ്റ്റൽസ് ഇതിന്റെയൊക്കെ ക്രിസ്റ്റൽസ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. NaCl ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അതിലെ ക്രിസ്റ്റൽ സിസ്റ്റം ക്യൂബിക് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ടിൻ ഓക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ആയിട്ട് അതിന്റെ എന്തായിരിക്കും ക്രിസ്റ്റൽ സിസ്റ്റം പക്ക എന്തായിരിക്കും ടെട്രാഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം ആയിരിക്കും, ഒരിക്കലും അത് ക്യൂബിക്ക് വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇമേജ് നിങ്ങൾ എല്ലാത്തിന്റെ വാല്യൂസ് ഒന്നും ഇങ്ങനെ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ക്യൂബിക്കിന്റെ അറിഞ്ഞിരിക്കുക. ക്യൂബിക്കിന്റെ ABC വാല്യൂസ് എന്താണ്, ആൽഫ ബീറ്റ ഗാമ വാല്യൂ എന്താണ്, പിന്നെ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുക. ബാക്കി നമുക്ക് 6 എണ്ണത്തിന്റെയും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണ് അതിന്റെ എഡ്ജ് ലെങ്ത് വേരി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ വേരി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ പിന്നെ കൂടുതലായിട്ടും എക്സാംസിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കും, നമ്മൾ ചെക്ക് ചെയ്യും നമുക്കിനി 7 യൂണിറ്റ്സിൽ അല്ലെങ്കിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണോ വേണ്ടതെന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് ക്യൂബിക്കിന്റെ വാല്യൂസ് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പം ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ അകത്തിലെ സെക്കൻഡ് കോളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് എഡ്ജ് ലെങ്ത് A = B ആൻഡ് B = C. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഒരു ക്യൂബിനെ ഇപ്പം മനസ്സിലെടുത്തു കഴിഞ്ഞാൽ റൂബിക്സ് ക്യൂബ് പോലത്തെ ഒരു ക്യൂബ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ എല്ലാ സൈഡിന്റെ ലെങ്ത് സെയിം ആണ് അല്ലേ? എല്ലാ സൈഡിന്റെ ക്യൂബ് എക്സാക്ട്ലി ഒരു ക്യൂബ് പോലെ തന്നെ എല്ലാ സൈഡിന്റെ ലെങ്തും സെയിം ആണ്. നോക്കുക, നമ്മുടെ പ്രീവിയസിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. ഇതിപ്പോ A എന്ന് പറയുന്ന എഡ്ജ് ആണെങ്കിൽ ഇത് B ആണ്, ഇതെന്ന് പറയുന്നത് C ആണ്. ഓക്കെ, എല്ലാ എഡ്ജും ക്യൂബ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇപ്പൊ ഇവിടുന്ന് ഇവിടം വരെ A എന്ന് പറയുന്ന 5 സെന്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇവിടം വരെ ചിലപ്പോൾ 5 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടുന്ന് ഇവിടം വരെ 5 സെന്റിമീറ്റർ ആയിരിക്കും. മീൻസ് എല്ലാ എഡ്ജ് ലെങ്ത് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മളെ എന്ത് കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്ന A = B, B = C. പർട്ടിക്കുലർ ആയിട്ട് എത്ര വാല്യൂ ഉണ്ടെന്നൊന്നും നമുക്ക് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മീൻസ് അത് എപ്പോഴും ഒരു എന്താണ് സെന്റിമീറ്ററിലൊന്നും അല്ല. ഈ ഒരു ക്യൂബിന്റെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒക്കെ സൈഡിന്റെ എഡ്ജ് പറയുന്നത് ഫെർമി മീറ്ററിലോ അല്ലെങ്കിൽ എന്താണ് പീക്കോമീറ്ററിലൊക്കെയാണ് അല്ലെങ്കിൽ നാനോമീറ്ററിലൊക്കെയാണ് എന്താണ് അതിന്റെ ലെങ്ത് വരുന്നത്. വളരെ ചെറുതല്ല, അറ്റോമിക് ലെവലല്ല. ആറ്റംസിനെ തമ്മിൽ കൂടി ചെയ്തിരിക്കുന്ന ലെങ്ത് കാണിക്കണം എന്ന് പറയുന്നത് നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയും ചെറിയ ലെങ്ത് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് അതിന്റെ ലെങ്ത് പഠിക്കാത്തത്. പക്ഷേ അതിന്റെ എല്ലാ വാല്യൂസും ക്യൂബിക് യൂണിറ്റ്സിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ എല്ലാ സൈഡിന്റെ വാല്യൂസും സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത് A = B, B = C. മീൻസ് എല്ലാ വാല്യൂസും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ആംഗിൾ നോക്കാം. എങ്ങനെയാണ് എയുടെയും ബിയുടെയും എയും ബിയും എന്ന് പറയുന്ന രണ്ട് ആക്സിസ് അല്ലെങ്കിൽ രണ്ട് എഡ്ജസിന്റെ ഇടയിലുള്ള ആംഗിൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൽഫയും ബീറ്റയുടെയും വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇമേജിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പം ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ, ഇതാണ് ഗാമ. ഇവിടെ നോക്കിയേ, എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്. മീൻസ് ജസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു ഷേപ്പ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അവിടുത്തെ എന്താണ് ആംഗിൾ ആണ് 90 ഡിഗ്രി അല്ലേ? നോക്കി, ഇവിടെ എക്സാക്ട്ലി എല്ല് പോലെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. മീൻസ് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ക്യൂബിക് ക്രിസ്റ്റൽസിലേക്ക് വരുമ്പോൾ എന്താണ് സെയിം ആണ്. All are equal to 90 degree. That's why we are written as alpha is equal to beta, beta is equal to gamma, it's equal to 90 degree. Means alpha ബീറ്റയുടെ വാല്യൂ സെയിം ആണ്, അതിന്റെ വാല്യൂ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം എന്താണെന്നുള്ളതും
അതിന്റെ ആക്സിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്തുമായിട്ട് എന്താണ് അതിന്റെ എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ ഒരു എഡ്ജ് ലെങ്തും മറ്റൊരു എഡ്ജ് ലെങ്ത് സെയിം ആണോ അതോ ഡിഫറെന്റ് ആണോ എന്ന് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്ന ആംഗിൾ ആണ്, ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസ് വിത്ത് എക്സാമ്പിൾ. അപ്പം ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ഉള്ള കെമിക്കൽസ് ആണ് സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ ഒക്കെ ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് 7 എണ്ണത്തിന്റെ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ കാര്യമായതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ടെട്രഗണൽ എന്ന് പറയുന്ന അടുത്ത ടൈപ്പ് ക്യൂബിക് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതിന്റെ എഡ്ജ് ലെങ്ത് എങ്ങനെയാണ് ഉള്ളത് നമുക്ക് നോക്കാം, മീൻസ് അതിന്റെ സൈഡിന്റെ ലെങ്ത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ആക്സിയൽ ലെങ്ത് അല്ലെങ്കിൽ എഡ്ജ് ലെങ്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ, എ ഈക്വൽ ടു ബി ബട്ട് ബി നോട്ട് ഈക്വൽ ടു സി. എന്താണ് എ ഈക്വൽ ടു ബി ബട്ട് ബി നോട്ട് ഈക്വൽ ടു സി? അപ്പൊ നമുക്ക് അതിന് ബാക്കിലോട്ട് പോയി നോക്കാം എന്താണ് അത് പറയുന്നത്. അപ്പൊ ടെട്രഗണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ ക്യൂബ് എക്സാക്ട്ലി ഈ ക്യൂബ് എടുക്കുക, പക്ഷെ ക്യൂബിന്റെ ഈ ഡയറക്ഷനിലേക്ക് ഇച്ചിരി ഹൈറ്റ് അങ്ങ് കൂട്ടി. എന്താണ് ഈ ഡയറക്ഷനിലേക്ക് ഇച്ചിരി ഹൈറ്റ് അങ്ങ് കൂട്ടി. അതുപോലല്ലേ ഇതിരിക്കുന്നത്, നോക്കിയേ, ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഹൈറ്റ് വെച്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഇത് വീണ്ടും ഒരു ക്യൂബായി മാറിയില്ലേ? സോ എന്താണ് ടെട്രഗണലും ക്യൂബും തമ്മിലുള്ള വ്യത്യാസം? സെയിം ക്യൂബ് എടുക്കുക, ക്യൂബിന്റെ ഈ ഒരു ഹൈറ്റ് അങ്ങ് കൂട്ടി, മീൻസ് ഇവിടുന്ന് ഒരു ശകല ഹൈറ്റ് അങ്ങോട്ട് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് ടെട്രഗണൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടുത്തെ ആക്സിയൽ ആംഗിൾസ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് ഏതൊക്കെയാ നോക്കാം. അപ്പൊ ഇതാണ് എ, ഇതാണ് ബി. ക്യൂബ് പോലെ തന്നെ എയും ബിയും എന്താണ് സെയിം വാല്യൂസ് ആണ്, എ ഈക്വൽ ടു ബി ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നോക്കിക്കേ, ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ലെങ്ത് ആണ് സി. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എയും ബിയും സെയിം ആണെന്ന് നമുക്കറിയാം, പക്ഷെ എയ്ക്കും ബിക്കും നോട്ട് ഈക്വൽ ടു ആണ് സി. മീൻസ് ഇതിന്റെ സിയുടെ ലെങ്ത് ഒബ്വിയസ്ലി കൂടുതലാണ്, നമുക്ക് ആ ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്ത് എ ഈക്വൽ ടു ബി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സി. മീൻസ് എയും ബിയുടെ വാല്യൂ സെയിം ആണ്, പക്ഷെ സിയുടെ വാല്യൂ ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ എത്ര വാല്യൂ ആണെന്ന് നമുക്കറിയില്ല, പക്ഷെ കൂടുതലാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെന്നറിയാം, എയെക്കാട്ടിലും ബിയെക്കാട്ടിലും ഡിഫറെന്റ് ആണെന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, എ ഈക്വൽ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. ഇനി നമ്മൾ ആക്സിയൽ ആംഗിളിലേക്ക് പോകുന്നു. ആക്സിയൽ ആംഗിൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്, നേരത്തെ ഇമേജിന്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ, എന്ത് ഇതാണ് ആൽഫ ആംഗിൾ, ഇതാണ് ബീറ്റ ആംഗിൾ, ഇതാണ് ഗാമ ആംഗിൾ. അപ്പൊ ഇവിടെ പക്ഷെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഇല്ല, ആംഗിൾ ഒരു വ്യത്യാസം വരുന്നില്ല. ആൽഫ 90 ഡിഗ്രി ആണ്, ബീറ്റ 90 ഡിഗ്രി ആണ്, ഗാമയും 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പം ആംഗിൾ ഒരു വ്യത്യാസവും വരുന്നില്ല, സെയിം ക്യൂബിക്കിനെ പോലെ തന്നെയാണ് ഇവിടുത്തെ ആംഗിളിന്റെ വാല്യൂ. ആൽഫ ഈക്വൽ ടു ബീറ്റ, ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫ ബീറ്റ വാല്യൂ 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പം ഈ ടൈപ്പ് ടെട്രഗണൽ ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ഉള്ള കെമിക്കൽസ് ആണ് വൈറ്റ് ടിൻ, അല്ലെങ്കിൽ ടിൻ ഓക്സൈഡ്, അല്ലെങ്കിൽ ടൈറ്റാനിയം ഓക്സൈഡ്, അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റ് ഒക്കെ ഈ ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ഉള്ള കെമിക്കൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഈ 5 ബാക്കിയുള്ള ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, അല്ലെങ്കിൽ മോണോക്ലിനിക്, ട്രൈക്ലിനിക്കിന്റെ എല്ലാത്തിന്റെ നമുക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ജസ്റ്റ് ആ ഇമേജും ഈ ടേബിളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് ഈ 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, വിത്ത് എക്സാമ്പിൾ കൂടെ അറിഞ്ഞിരിക്കുക. എല്ലാ അറ്റ്ലീസ്റ്റ് റോംബിക് സൾഫർ, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്, അല്ലെങ്കിൽ മോണോക്ലിനിക്, ഇതൊക്കെ ഏത് ടൈപ്പ്, അല്ലെങ്കിൽ ഈ മോണോക്ലിനിക് സൾഫർ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഏത് ടൈപ്പ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് കെമിക്കൽസിലെ ഏത് ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഫോർ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇത്ര ടൈപ്പ് ഈ സിമ്പിൾ എക്സാമ്പിൾസിന്റെ ബേസിസിലായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്താണ് 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം എന്നുള്ളതും അത് തമ്മിലുള്ള ആൽഫ ബീറ്റ വാല്യൂ ചേഞ്ചും പിന്നെ ABC ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഷോർട്ട് ഫോം ഞാനിപ്പോ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ, ക്യൂട്ട് മദർ. എന്താണ് ക്യൂട്ട് മദർ? നമുക്കൊന്ന് എഴുതി നോക്കാം, എന്താണ് ക്യൂട്ട് മദർ? ക്യൂട്ട്, CUTE, ക്യൂട്ട് മദർ, MOTHER. എന്താണ് ക്യൂട്ട് മദർ? ക്യൂട്ടിലെ CU ആണ് ക്യൂബിക്ക്. എന്താണ് ക്യൂബിക്ക്? TE ആണ് എന്ത് ടെട്രാഗണൽ. മദറിലെ MO ആണ് മോണോക്ലിനിക്. ടി എന്താണ്? ഇവിടെങ്ങും അല്ല, ടി ലാസ്റ്റിലേക്ക് പോണം, ഇറ്റ് ഈസ് ട്രൈക്ലിനിക്. ഓക്കെ, ടി എന്താണ് ട്രൈക്ലിനിക്. HE ആണ് ഹെക്സഗണൽ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വരുന്ന ആറാണ് റോംബോഹെഡ്രൽ. എന്താണ് റോംബോഹെഡ്രൽ? അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ക്യൂട്ട് മദർ. CUTEMOTHER. CU means cubic, TE means tetragonal, MO means monoclinic, T means triclinic, HE means hexagonal, R means rhombohedral. ഓക്കെ, ജസ്റ്റ് ഞാൻ ആ എഴുതിയിരിക്കുമ്പോൾ ഉള്ള ഒരു
അക്ഷരത്തിൽ ഒരു ഡിഫറൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രീവിയസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഈച്ച് യൂണിറ്റ് സെല്ലിന്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് നമ്മൾ എന്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്, ആൽഫ ബീറ്റ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ABC എന്നുള്ള വാല്യൂസ് ഓരോ യൂണിറ്റ് സെല്ലുകളിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഐഡന്റിറ്റി ഓഫ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് പർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം മൊത്തം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു യൂണിറ്റ് സെല്ലിനെ മാത്രം നമ്മൾ പഠിച്ചാൽ എന്ത് മനസ്സിലാവും, നമുക്ക് എൻ്റയർ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ പഠിക്കേണ്ട 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ എന്താണെന്ന് കഴിഞ്ഞു, അത് തമ്മിലുള്ള വേരിയേഷൻ എന്താണെന്നുള്ളതും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു 7 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലുണ്ട്. ആ 7 ടൈപ്പ് എങ്ങനെയാണ് കിട്ടിയത്, ABC എന്ന് പറയുന്ന വാല്യൂ ഡിഫറെന്റ് ആണ് ഓരോന്നിനും, അതുപോലെ തന്നെ ആൽഫ ബീറ്റ വാല്യൂ എന്നുള്ളതും ഡിഫറെന്റ് ആണ്. പക്ഷേ ഒരു യൂണിറ്റ് സെല്ലിനെ നമുക്ക് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 2 ടൈപ്പിലാണ്. എന്താണ്, യൂണിറ്റ് സെല്ലിനെ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഇതിന്റെ അകത്തിൽ ഏത് യൂണിറ്റ് സെൽ എടുത്താലും, ഓക്കെ, നമ്മളിപ്പോ പഠിച്ച 7 ടൈപ്പ് യൂണിറ്റ് സെല്ലിനെ ഇല്ല ഏത് യൂണിറ്റ് സെൽ എടുത്താലും, നമ്മളിപ്പം ബേസിക്കലി എല്ലാം എന്ന് പറയുമ്പോഴത്തേനും സിമ്പിൾ ആയിട്ടുള്ള ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ബേസിലാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ബേസിലാണ് എല്ലാം പഠിക്കുന്നത്. ഈ ഇത്രയും പേര് നമ്മൾ പറഞ്ഞ് പഠിക്കത്തില്ല. ജനറലി ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ക്യൂബിക് എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലുകളെ നമ്മൾ മെയിൻ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്താണ് മെയിൻ ആയിട്ട് എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ഈ യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സൈസിന്റെ ബേസിസിലാണോ, അല്ല. ഷേപ്പിന്റെ ബേസിലാണോ, അല്ല. പിന്നെ എന്തിന്റെ ബേസിലാണ് യൂണിറ്റ് സെല്ലുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സോ വി ക്യാൻ സേ ദാറ്റ് യൂണിറ്റ് സെൽ ആർ ക്ലാസിഫൈഡ് on the basis of arrangement of constant particle inside a unit cell. എന്താണ് unit cell are classified into 2 category, primitive and centered unit cell, based on the arrangement of constant particle inside that unit cell. ഇത്രയേ ഉള്ളൂ. ആ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് സെല്ലിന്റെ അകത്ത് എവിടെയൊക്കെയാണോ നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയിരിക്കുന്നത്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആറ്റമോ മോളിക്കുളോ അയോണോ എന്ത് ഭാഗം. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് സെല്ലിന്റെ അകത്ത് കോൺസ്റ്റന്റ് പാർട്ടിൽ ഇരിക്കുന്ന പൊസിഷന്റെ ബേസിസിലാണ് നമ്മൾ യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബ്രോഡലി 2 ആയിട്ട്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, രണ്ടാമത്തെ എന്താണ് സെന്റേർഡ് യൂണിറ്റ് സെല്ല്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു ക്യൂബിക് അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റ് സെൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക, ടെട്രാഗണലോ ക്യൂബിക് ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, അപ്പൊ എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഈസ്, എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, constant particles are present only on the corners of the unit cell. എന്താണ് corners of the unit cell. അപ്പൊ നമുക്ക് ഇവിടെ ചുമ്മാ ഒരു യൂണിറ്റ് സെൽ ഒന്ന് വരച്ചു നോക്കാം. ഇപ്പം ഒരു ക്യൂബ് വരച്ചു കഴിഞ്ഞാൽ ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ നമ്മൾ വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഭംഗിയൊന്നും നോക്കണ്ട, ഒരു യൂണിറ്റ് സെല്ല് പോലെ തോന്നണം. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിനെ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്, ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഇപ്പൊ ഒരു യൂണിറ്റ് സെൽ ആണെങ്കിൽ ഇതിന്റെ കോർണറുകളിൽ മാത്രമേ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വന്നിരിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ എത്ര കോർണേഴ്സ് ഉണ്ട് നോക്കിയാൽ, ഒരു ക്യൂബ് ആണെങ്കിൽ 1 2 3 4 5 6 7 8, മേളിൽ 4 കോർണർ, താഴെ 4 കോർണർ. അപ്പൊ ടോട്ടൽ 8 കോർണറിൽ മാത്രമേ എന്തിരിക്കത്തുള്ളൂ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വന്നിരിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കും, ബാക്കി താഴെ 4 പോർഷനിൽ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. മീൻസ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. വേറെ ഒരു സ്ഥലത്തും പോയിരിക്കത്തില്ല. ഈ ഫേസിന് നടുക്കോ അല്ലെങ്കിൽ എന്താണ് ഈ പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിന്റെ നടുക്കോ പോയി എന്തിരിക്കത്തില്ല, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയിരിക്കത്തില്ല. അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ is defined as it only constant particles are present only on the corners of the unit cell. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിന്റെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ ശരിക്കുള്ള ഒരു നല്ലൊരു ഇമേജിലേക്ക് പോകാം. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. നോക്കിയേ, ഇത്രയും പോർഷൻ പ്രിമിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. ഒരു എന്തായാലും 8 കോർണർ ഉണ്ടല്ലോ, 8 കോർണറിലും എന്തിരിക്കും, പോയി ആയിരിക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. വേറെ ഒരു സ്ഥലത്തും പോയി ഇരിക്കില്ല. ഓക്കെ, ഇവിടെ ഒരു യൂണിറ്റ് സെൽ വരേണ്ടതാണ്, പക്ഷെ എന്ത്
ജസ്റ്റ് ഇമേജിലുള്ള എററാണ്. ഓക്കെ, അപ്പം 8 പോർഷനിലും വന്നായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വരച്ചേക്കാം. യൂണിറ്റ് സെല്ലിന്റെ അകത്തെന്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പം 8 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, 8 കോർണറിൽ ഇരിപ്പുണ്ട്. അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. വേറെ ഒരു പൊസിഷനിലും അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ അല്ലെങ്കിൽ പാർട്ടിക്കിൾ യൂണിറ്റ് സെല്ലിൽ വേറെ ഒരിടത്തും ആര് പോയിരിക്കത്തില്ല, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയിരിക്കത്തില്ല. ദാറ്റ് ഈസ് നോൺ ആസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലായല്ലോ? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ഓൺലി പ്രസന്റ്, അല്ലെങ്കിൽ ആറ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലി പറയാം, ആറ്റംസ് ആർ ഓൺലി പ്രസന്റ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് കാറ്റഗറിയിലെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം യൂണിറ്റ് സെല്ലിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്, സെന്റേഡ് യൂണിറ്റ് സെൽ. എന്താണ് സെന്റേഡ് യൂണിറ്റ് സെൽ? അപ്പം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ കാട്ടിലും സെന്റേഡ് യൂണിറ്റ് സെല്ലോട്ട് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ഇൻ സെന്റേഡ് യൂണിറ്റ് സെൽ എന്താണ്, ഇൻ സെന്റേഡ് യൂണിറ്റ് സെൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദ കോർണേഴ്സ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എല്ലാ കോർണറിലും കാണും, യൂണിറ്റ് സെല്ലിന്റെ എല്ലാ കോർണേഴ്സിലും കാണും. അപ്പൊ അടുത്ത വരിലേക്ക് പോവാ, ആസ് വെൽ ആസ് പൊസിഷൻ അതർ ദാൻ കോർണേഴ്സ്. എന്താണ് ആസ് വെൽ ആസ് പൊസിഷൻ അതർ ദാൻ കോർണേഴ്സ്? മീൻസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് പോലെ തന്നെ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കോർണേഴ്സിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കാണുമെങ്കിൽ പോലും ആ ഒരു കോർണർ അല്ലാതെ അതർ ദാൻ കോർണേഴ്സ്, പൊസിഷൻ അതർ ദാൻ കോർണേഴ്സ്, ഈ പൊസിഷനുകളിലും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ടൈപ്പ് യൂണിറ്റ് സെല്ലുകളാണ് സെന്റേഡ് യൂണിറ്റ് സെല്ലുകൾ എന്ന് പറയുന്നത്. എന്താണ് സെന്റേഡ് യൂണിറ്റ് സെൽ? അപ്പൊ പ്രിമിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർണറുകളിൽ മാത്രം ആര് പോയിരിക്കും, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അതൊരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണെന്ന്. പക്ഷേ എന്താണ് ഇവിടുത്തെ വേറൊരു പക്ഷെ വരാൻ കാരണം? സെന്റേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ സെന്റേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥം? പ്രിമിറ്റീവ് പോലെ തന്നെ ഒരു യൂണിറ്റ് സെല്ലിന്റെ എല്ലാ കോർണറിലും കാണും എന്താണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, ബട്ട് കോർണേഴ്സ് അതർ ദാൻ positions other than corners, means constant particles are present at the corners as well as the position other than corners. corners അല്ലാത്ത പൊസിഷനുകളിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയി ഇരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ സെന്റേഡ് യൂണിറ്റ് സെല്ലുകൾ തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബോഡി സെന്റേഡ് ക്യൂബിക് അല്ലെങ്കിൽ BCC. എന്താണ് ബോഡി സെന്റേഡ് ക്യൂബിക് അല്ലെങ്കിൽ BCC? BCCയുടെ ഫുൾ ഫോം ആണ് ബോഡി സെന്റേഡ് ക്യൂബിക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെന്റേഡ് യൂണിറ്റ് സെല്ലിൽ ഒന്ന് ഫേസ് സെന്റേഡ് ക്യൂബിക്. എന്താണ് ഫേസ് സെന്റേഡ് ക്യൂബിക് അഥവാ FCC. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് സെന്റേഡ് യൂണിറ്റ് സെല്ലാണ് എൻഡ് സെന്റേഡ് ക്യൂബിക്. എന്താണ് എൻഡ് സെന്റേഡ് ക്യൂബിക്, ECC മീൻസ് എൻഡ് സെന്റേഡ് ക്യൂബിക്. ഓക്കെ അല്ലേ? അപ്പം BCC, FCC, ECC ആണ് 3 ടൈപ്സ് ഓഫ് സെന്റേഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ നോക്കുവാണെങ്കിൽ അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല, ഒൺലി 8 കോർണറുകളിൽ മാത്രമേ പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് പ്രിമിറ്റീവ് വന്നത്. സെന്റേഡ് യൂണിറ്റ് സെൽ വരാൻ കാരണം ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണർ അല്ലാതെ ഏതെങ്കിലും പൊസിഷനിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ എന്ത് പറയാൻ പറ്റും, സെന്റേഡ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പം ഈ സെന്റേഡ് യൂണിറ്റ് സെല്ലുകളിൽ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ വരാൻ കാരണം? ഞാൻ പറഞ്ഞു ഈ BCC, FCC, ECC എന്ന് പറയുന്നത് സെന്റേഡ് യൂണിറ്റ് സെല്ലിൽ തന്നെ പെടുന്നതാണ്. പക്ഷേ BCC, FCC, ECC എന്ന് പറഞ്ഞ 3 ക്ലാസിഫിക്കേഷൻ വരാൻ കാരണം ഞാൻ പറഞ്ഞു 8 കോർണർ അല്ലാതെ വേറെ ഏതെങ്കിലും പൊസിഷനിൽ പോയിരിക്കുക കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പൊ ആ പൊസിഷന്റെ ബേസിസിലാണ് BCC, FCC, ECC എന്നുള്ള 3 ക്ലാസിഫിക്കേഷൻ വരാൻ കാരണം. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് നോക്കാം, എന്താണ് BCC, FCC, ECC എന്നുള്ള ഒരു ഇമേജ് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ പ്രിമിറ്റീവിനെ മാറ്റി നിർത്തി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെന്റേഡ് യൂണിറ്റ് സെല്ലുകളിലെ 3 ടൈപ്പ് യൂണിറ്റ് സെല്ലാണ്. ഫസ്റ്റ് വൺ ഈസ് BCC, സെക്കൻഡ് വൺ ഈസ് FCC, തേർഡ് വൺ ഈസ് എൻഡ് സെന്റേഡ് ഓർ ECC. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ബോഡി സെന്റേഡ് ക്യൂബിക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താണ് ബോഡി സെന്റേഡ് ക്യൂബിക്. ഇതിന്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം. എന്താണ് ബോഡി സെന്റേഡ് ക്യൂബിക്? BCC ആരോയിലേക്ക് നോക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് വൺ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അറ്റ് ഇറ്റ്സ് ബോഡി സെന്റർ ആൻഡ് ഓൾ അതർ കോർണേഴ്സ്. മീൻസ് നമ്മൾ പറഞ്ഞ പ്രിമിറ്റീവ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കോർണറിലും ഉണ്ട് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, ബട്ട് along with that one particle present at the body center. ഇനി നമുക്ക് ഇമേജിലേക്ക് പോവാം. നോക്കിക്കേ, ഇതൊരു ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ലാണ്. ഇതിന്റെ 8 കോർണറിൽ നമുക്ക് കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? മേളിൽ 4, താഴെ 4. അതല്ലാതെ അതർ ദാൻ ദാറ്റ് വൺ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇസ് പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് ദി യൂണിറ്റ് സെൽ. എക്സാക്ട് സെന്ററിൽ ഒത്ത നടുക്കായിട്ട് നമുക്ക് ഒരു എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ബോഡി സെന്റേഡ് ക്യൂബിക്. ബോഡി സെന്റേഡ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ എന്താണ്, constant particles are present at 8 corners as well as one constant particle is present at the
സെന്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. എന്താണ്? സെന്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. ഓൺലി സെന്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. ഒത്ത നടുക്ക്, യൂണിറ്റ് സെല്ലിന്റെ ഒത്ത നടുക്ക് ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയിരിക്കുന്നത്. അതാണ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, BCC. ഓക്കെ, അപ്പൊ സെന്റേർഡ് ക്യൂബിക്കിലെ സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് ബോഡി സെന്റേർഡ് ക്യൂബിക്. 8 കോർണർ അലോങ് വിത്ത് ദാറ്റ് 1 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. ഇനി നമുക്ക് നോക്കാം എന്താണ് FCC. FCCയുടെ ഫുൾ ഫോം എന്താണ്? ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂബിന്റെ ഫേസ് അല്ലെ യൂണിറ്റ് സെല്ലിന്റെ ഫേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, മുഖം എന്നൊരർത്ഥം. ഓക്കെ, ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്താന്ന് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് 1 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ at the center of each faces and others at the corner. Means contains 1 constant particle at each face. Means ഒരു ക്യൂബിന് ഇപ്പൊ അല്ലെങ്കിൽ പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിന് 6 ഫേസ് ഉണ്ടെങ്കിൽ ആ 6 ഫേസിലും ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയിരിക്കും. പിന്നെ എവിടെയും കാണും? കോർണറിലും കാണും. ഓക്കെ, എന്ത് അപ്പൊ നിങ്ങളിപ്പോ ഈ പ്രിമിറ്റീവും BCC FCC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 8 കോർണറിലും എന്തുണ്ട്? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ പ്രിമിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഒള്ളി കോർണേഴ്സിൽ മാത്രം കാണും. BCC എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോർണേഴ്സിലും കാണും, പക്ഷെ അതിന്റെ ഒത്ത നടുക്ക് ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പോയിരിക്കും. FCC എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ കോർണേഴ്സിലും ഉണ്ട് പാർട്ടിക്കിൾ, ബട്ട് along with that എന്താണ്? ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിന്റെ എല്ലാ ഫേസിലും ഓരോന്ന് പോയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ അകത്തിലെ എല്ലാ ഫേസിലും എത്രണ്ണം ഉണ്ട്, എല്ലാ കോർണേഴ്സിലും എത്ര ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഫേസ് സെന്റേർഡിന്റെ അല്ലെങ്കിൽ ഏത് യൂണിറ്റ് സെൽ എടുത്താലും അതിന് 8 കോർണർ ഉണ്ടെന്ന് അറിയാം. മേളിൽ 4, താഴെ 4. അപ്പൊ ടോട്ടൽ 8 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കോർണേഴ്സിലും 6 ഫേസസ്. ഒരു ക്യൂബിന് 6 ഫേസ് ഉണ്ടല്ലോ ഇല്ലേ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിന് 6 ഫേസ് ഉണ്ടല്ലോ. 6 ഫേസിൽ 6 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പം 8 + 6 14 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ടോട്ടലി ഇവിടെ വരും ഫേസ് സെന്റേർഡിന്റെ അകത്ത് വരുന്നുണ്ട്. ഇവിടെ ഇടുന്നുണ്ട് ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന്റെ അകത്ത്, FCCക്ക് അകത്ത്. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം കറക്റ്റ് ഉണ്ടോ. അപ്പം 1 2 3 4. അപ്പൊ ടോപ്പ് 4 കോർണർ ഓക്കെയാണ്, താഴത്തെ 1 2 3 4. അപ്പം ടോട്ടൽ 8 കോർണർ ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കേണ്ട 6 ഫേസസ് ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ക്യൂബിന്റെ മേളത്തെ ഫേസ് ആണ് ഇത് അല്ലെ, മേളത്തെ ഫേസ് ഇത്. അപ്പൊ ആ ഫേസിന്റെ സെന്ററിൽ ഒന്ന് വന്നു 1. ഇനി സൈഡിലത്തെ ഫേസ് ആണ് ഇത്, ഈ ഒരു സ്ക്വയർ. അപ്പൊ ഇതിന്റെ നടുക്കത്തെയാണ് രണ്ടാമത്തെ ഫേസ്. അപ്പൊ രണ്ടാമത്തെ ഫേസ് ഓക്കെ ആയല്ലോ. ഇനി മൂന്നാമത്തെ ഫേസ്, ജസ്റ്റ് താഴത്തെ ഫേസ്, തറയിൽ മുട്ടിയിരിക്കുന്ന ഫേസ്, ഇതാണ് ആ ഫേസ്. ഓക്കെ, ആ മുഖത്തിന്റെ ഒട്ട നടുക്കിരിക്കുന്നതാണ് അടുത്ത കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പം 3 ഫേസ് ആയല്ലോ. ഇനിയുള്ളത് ഈ സൈഡ്, ലെഫ്റ്റ് ഫേസിലെ ഒത്ത നടുക്ക് ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ എത്ര ആയി? ടോട്ടൽ 4 ഫേസ് ആയല്ലോ. ഇനി ബാക്കിയുള്ള ഏതാണ്? ഈ ഫേസും നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മുഖം. മീൻസ് നമ്മളെ ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഫേസ്. അപ്പൊ അതിന്റെ ഒത്ത നടുക്കാണ് ഈ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അപ്പൊ 5 ഫേസ് ആയാലോ. ഇനി ഒരു ഫേസ് ഉള്ളതുകൊണ്ട് എവിടാണ്? അത് ബാക്കിലാണ്. നോക്കിക്കേ, എക്സാക്ട്ലി നോക്കി, ഇതാണ് ലാസ്റ്റ് ഫേസ്. അപ്പൊ ഇതിന്റെ ഒത്ത നടുക്കിരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഏതാണ്? ഇത്. ഓക്കെ, അപ്പൊ എത്ര ഉണ്ട്? 6 ഫേസിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്, 8 കോർണറിലും ഇരിപ്പുണ്ട്. ദാറ്റ് മീൻസ് face centered cubic is, or FCC is defined as, it contains 1 constant particle at center of each faces. എല്ലാ ഫേസിലും ഉണ്ട് ഓരോ എന്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, ആൻഡ് others at the corner. Others means other constant particles at the 8 corners എന്നാണ് FCCയുടെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ECC അഥവാ എൻഡ് സെന്റേർഡ് ക്യൂബിക്. ഓക്കെ, എൻഡ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക്കിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക്ക് പോലെ തന്നെയുള്ള ഒരു യൂണിറ്റ് സെല്ലാണ് എന്ത് ECC. പക്ഷെ അവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം എന്താണ്. ECC contains 1 constant particle at the center of any 2 opposite faces and others at the corners. നമുക്ക് ഇനി പടത്തിലോട്ട് നോക്കാം. ഇത്രേ പറയുന്നുള്ളൂ. contains 1 constant particle at center of any 2 opposite faces. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസ്, ഏതെങ്കിലും 2 ഫേസിലെ വരുന്നുള്ളൂ, ഏതെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഫേസസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വരുന്നുണ്ട്. ദെൻ അതർ കോർണേഴ്സ്, എല്ലാ കോർണറിലും വരുന്നുണ്ട്. ഇനി നമുക്ക് എന്റെ ഇമേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതാണ് ഒരു എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നോക്കിക്കേ, 8 കോർണറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട്. യൂണിറ്റ് സെല്ലിന്റെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ 8 കോർണർ കൂടാതെ ഇവിടെ ഉണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 ഫേസിൽ. അപ്പൊ ഈ ഒരു ഫേസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത് അല്ലെ. അപ്പൊ ഈ 2 ഫേസിൽ ഓരോന്ന് വന്നിട്ടുണ്ട്. ഇതാണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എന്താണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ? മനസ്സിലായല്ലോ എന്താണ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ ഇവിടെ വരാഞ്ഞത്? ഓക്കെ, ഇവിടെ ഒരു എന്താണ്, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞുള്ള കുഴപ്പം, ഈ ഒരു ഫേസിന്റെ നടുക്കാണ് ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വരുന്നെങ്കിൽ നെക്സ്റ്റ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇവിടെ വരും. അപ്പൊ ഇവിടെ രണ്ടിടത്തും വരുമോ? ഇല്ല, ഏതെങ്കിലും 2 ഫേസിലേ വരത്തുള്ളൂ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഫേസിന്റെ നടുക്കായിട്ട് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വരും, അലോങ് വിത്ത്
8 കോർണേഴ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് എൻഡ് സെന്റേർഡ് ക്യൂബിക്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യൂണിറ്റ് സെല്ലിലെ based on the arrangement of constant particle inside unit cell. Unit cell are classified into എന്ത് unit cell are classified into two groups, two classification. One is primitive unit cell, second one is centered unit cell. Primitive unit cell ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് primitive unit cell? Primitive unit cell is defined as constant particles are present only on the corners of the unit cell. Means ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമേ ഉള്ളൂ എന്തിരിക്കുന്നത് constant particles. Centered unit cell എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻസ് അതർ ദാൻ കോർണേഴ്സ് ആൾസോ പ്രസന്റ്. അപ്പൊ centered unit cell എന്തായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? BCC, FCC ആൻഡ് ECC. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ എന്താണ് യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷൻ പൂർത്തിയായിരിക്കും. നമ്മളിപ്പോ ടോട്ടലി ഇന്നത്തെ സെഷൻ മൊത്തം പഠിച്ചത് എന്താണ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്, ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഡെഫിനിഷൻ, യൂണിറ്റ് സെൽ എന്താണ്, യൂണിറ്റ് സെല്ലിന്റെ ഡെഫിനിഷൻ എന്താണ്, യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന 6 പാരാമീറ്റേഴ്സ് ഏതാണ്? ABC ആൻഡ് ആൽഫ ബീറ്റ ഗാമ. ദെൻ 7 ടൈപ്പ് യൂണിറ്റ് സെൽ ഏതൊക്കെയാണ്? 7 ടൈപ്പ് യൂണിറ്റ് സെൽ. ഇപ്പൊ 7 ടൈപ്പും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എയും ബിയും സിയും ആൽഫയും ബീറ്റയും ഗാമയും തന്നെ. പിന്നെ നമ്മൾ പഠിച്ച അതിന്റെ ഒരു ടേബിൾ ആണ് എങ്ങനെയാണ് ഓരോന്നിന്റെ അകത്ത് ഓരോ ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ അകത്തിൽ ഈ ആൽഫ ബീറ്റ വാല്യൂസും ABC എന്നുള്ള വാല്യൂസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് വിത്ത് അതിന്റെ എക്സാമ്പിൾ. പിന്നെ നമ്മൾ പഠിച്ചത് യൂണിറ്റ് സെല്ലിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻ. എന്താണ് യൂണിറ്റ് സെല്ല്, യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, എന്താണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് യൂണിറ്റ് സെൽ തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: BCC, FCC ആൻഡ് ECC. ഓക്കെ, അതിന്റെ വിത്ത് ഇമേജ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. അപ്പോൾ ഹോപ്പ് യു ആർ വെൽ അണ്ടർസ്റ്റുഡ് അബൌട്ട് ടുഡേസ് സെഷൻ. താങ്ക് യു സോ മച്ച്.